ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ആണ്ടുവട്ടത്തിലെ 28-ാം ഞായർ. നമ്മൾ കഴിഞ്ഞ ആഴ്ച വിശ്വാസത്തെക്കുറിച്ചാണ് പ്രത്യേകിച്ച് ധ്യാനിച്ചതെങ്കിൽ, ബോധപ്പെട്ടതെങ്കിൽ, ഇന്ന് ക്രൈസ്തവ ജീവിതത്തിൽ കൃതജ്ഞതയ്ക്ക്, നന്ദി പറച്ചിലിന്, നന്ദി പ്രകടമാക്കുന്നതിനുള്ള വലിയ പ്രാധാന്യമാണ് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വായനകൾ നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക. തനിക്ക് ലഭിച്ച സൗഖ്യമോർത്ത് നന്ദി പറയുവാൻ കടന്നു വരുന്ന നാമാൻ, തനിക്ക് ലഭിച്ച സൗഖ്യമോർത്ത് നന്ദി പറയുവാൻ കടന്നു വരുന്ന സമരിയക്കാരൻ ഈശോയുടെ അടുത്തേക്ക് കടന്നു വരുന്ന ഒന്നാമത്തെ വായനയിലും സുവിശേഷത്തിൽ നമ്മൾ അതാ കാണുന്നത്. ഈശോ നമുക്ക് സാധിച്ചു വന്ന രക്ഷയോർത്ത് ഈശോയെ മഹത്വപ്പെടുത്തുന്ന, ഈശോയ്ക്ക് നന്ദി പറയുന്ന പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ജീവിതത്തെ ദൈവത്തിനുള്ള, കർത്താവിനുള്ള ഒരു കൃതജ്ഞതയാക്കി മാറ്റുക. ഇന്നത്തെ സങ്കീർത്തനമോ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് നന്ദി പറയുവാൻ വേണ്ടി നമ്മളെ പ്രചോദിപ്പിക്കുക. കാരണം അത്രയേറെ അനുഗ്രഹങ്ങളാണ് അവിടുന്ന് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ട് നമ്മളെ സംരക്ഷിക്കുന്ന, പരിപാലിക്കുന്ന, അനുഗ്രഹിക്കുന്ന ദൈവം. യൂക്കരിസ്റ്റ്, ദിവ്യകുർബാനയ്ക്ക് ഇംഗ്ലീഷിൽ പറയുന്ന പദമാണ്. യൂക്കരിസ്ത്യൻ എന്നുള്ള ഗ്രീക്ക് പദത്തിൽ നിന്നാണ് അത് വരുന്നത്. അതിൻ്റെ അർത്ഥം നന്ദി പറച്ചിലെന്നാണ്. നമ്മുടെ ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് ദിവ്യകുർബാന. ക്രൈസ്തവ ജീവിതത്തിൻ്റെ കേന്ദ്രമാണ് ദിവ്യകുർബാന. ആ ദിവ്യകുർബാനയെ കൃതജ്ഞത കൃതജ്ഞതാ ബലി എന്ന് വിളിക്കുക. അത്രയേറെ പ്രധാനപ്പെട്ടതാണ് കൃതജ്ഞത ക്രൈസ്തവ ജീവിതത്തിൽ. ക്രൈസ്തവ ജീവിതത്തിലെ മറ്റെല്ലാം പ്രിയപ്പെട്ടവരെ ഈ കൃതജ്ഞതയാൽ നിയന്ത്രിക്കപ്പെടുക, നയിക്കപ്പെടുക. നമ്മുടെ പ്രാർത്ഥനയാകട്ടെ, നമ്മുടെ പരസ്പര സ്നേഹമാകട്ടെ, നമ്മുടെ പ്രവർത്തനങ്ങളാകട്ടെ, നമ്മുടെ വാക്കുകളാകട്ടെ, നമ്മുടെ ചിന്തകളാകട്ടെ, നമ്മുടെ പെരുമാറ്റങ്ങളാകട്ടെ, അതെല്ലാം കൃതജ്ഞതയാൽ നിറയപ്പെടണം, കൃതജ്ഞതയാൽ നയിക്കപ്പെടണം, കൃതജ്ഞത പ്രകടമാക്കുന്ന അനുഭവമാകണം. ക്രൈസ്തവ ജീവിതം ഒരു കൃതജ്ഞത അർപ്പണമാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ എത്രമാത്രം അനുഗ്രഹീതരാണ് എന്ന് ബോധപ്പെടുമ്പോഴാണല്ലോ നമ്മൾ കൃതജ്ഞത അർപ്പിക്കുക. അല്ലെങ്കിൽ നമ്മൾ കൃതജ്ഞത അർപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ എത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ബോധപ്പെടുക. കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് നീ ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കുക, കവാടങ്ങൾ കടക്കുവിൻ എന്ന് 100-ാമത്തെ സങ്കീർത്തനം 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിലേക്ക് ഉള്ള കടന്നുവരവ് കൃതജ്ഞതയിലൂടെയാണ് നമുക്ക് സാധിക്കുക. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളുണ്ടല്ലോ, യാചനകൾ, അർത്ഥനകളാണ്. അതിനേക്കാളും കൂടുതൽ നമ്മൾ കൃതജ്ഞത അർപ്പിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു. ഓരോ ദിവസവും തുടങ്ങുന്നതും തീരുന്നതും കൃതജ്ഞതയോടുകൂടി ആയിരിക്കണം. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ഒരു വിധത്തിൽ, പ്രാർത്ഥനകളിൽ പല കാര്യങ്ങളുണ്ട്. പ്രാർത്ഥനകളിൽ ആരാധനയുണ്ട്, മാപ്പ് ചോദിക്കലുണ്ട്, യാചനയുണ്ട്, കൃതജ്ഞതയുണ്ട്. ഒരു വിധത്തിൽ ആ കൃതജ്ഞതയാണ് ഇവയിൽ ഏറ്റവും പ്രധാനമായും വരുന്നത്. നമുക്ക് നിരന്തരം ദൈവത്തെ, ദൈവകൃപയെ, ദൈവസ്നേഹത്തെ ഓർത്ത് ദൈവത്തോട് നന്ദിയാൽ നിറയണം. നമ്മൾ എത്രമാത്രം നമ്മൾ അനുഗ്രഹീതരാണ് എന്ന് എപ്പോഴും നമ്മൾ ബോധപ്പെടണം. ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും വന്നാലും അവിടെയും നന്ദി പറയുവാൻ സാധിക്കുമ്പോൾ അതിലൂടെ പ്രിയപ്പെട്ടവരെ നമ്മൾ അനുഗ്രഹത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരും. പഴയ നിയമത്തിലെ ജോസഫിനെ നമുക്കറിയാമല്ലോ. ജോസഫ് തൻ്റെ സഹോദരന്മാർക്ക് നന്ദി പറയുന്നൊരു അനുഭവമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായം 4-5 വാക്യങ്ങളാണ്. ജോസഫ് ഈജിപ്തിലെ പ്രധാനമന്ത്രി. ആ സമയത്ത് യാചകരെ പോലെ തൻ്റെ സഹോദരന്മാർ വന്നിരിക്കുക. ആരാണ് ഈ സഹോദരന്മാർ? ഈ സഹോദരന്മാർ ജോസഫിനെ കൊല്ലാൻ ശ്രമിച്ചവരാ, പൊട്ടക്കിണറ്റിൽ വലിച്ചെറിഞ്ഞവരാ. എന്നിട്ടൊരു അടിമയെപ്പോലെ വിറ്റ് കാശാക്കിയവരവർ. പ്രിയപ്പെട്ടവരെ, എന്നാൽ
അവർ പോലും അറിയാതെ അവരിലൂടെ ദൈവം പ്രവർത്തിച്ചു എന്ന് ജോസഫ് പറയുക. നിങ്ങൾ എനിക്ക് തിന്മ വിചാരിച്ചു, ദൈവം എല്ലാം നന്മയാക്കി മാറ്റി. തന്നെ ജോസഫ് അവർക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് പറയുക. ഒരു വിധത്തിൽ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് എന്താണെന്നറിയാവോ? ഞാൻ ഈജിപ്തിലെത്തിയത് കൊണ്ട് ഈജിപ്തിലെ പ്രധാനമന്ത്രിയായി മാറി. എനിക്ക് ഈജിപ്തിലെത്താൻ സാധിച്ചതിന് കാരണം എന്താ? നിങ്ങൾ എന്നെ അടിമയെപ്പോലെ വിറ്റു എന്നുള്ളതാണ്. വിസ എടുക്കാതെ, വണ്ടിക്കൂലി കൊടുക്കാതെ എനിക്ക് ഈജിപ്തിലെത്താൻ പറ്റിയത് എന്നെ അവരൊരു അടിമയെപ്പോലെ കൊണ്ടുപോയി അതുകൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ, എന്തു വന്നാലും അതിലൂടെയെല്ലാം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തെ നിരന്തരം നമ്മളൊന്ന് ദർശിച്ചേ. റോമർ 8:28 പറയുമല്ലോ, തന്നെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സമസ്തവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്ന ദൈവം. ആ ദൈവത്തോട് കൃതജ്ഞതയാൽ നിറയാൻ നമുക്ക്. നമ്മുടെ ജീവിതമുണ്ടല്ലോ, ഒരു നന്ദി പറച്ചിലാകട്ടെ, ഒരു നന്ദി പ്രവർത്തനമാകട്ടെ, ഒരു നന്ദി ബന്ധമാകട്ടെ. എല്ലാം ഓർത്ത് നന്ദി, എല്ലാവരെയും ഓർത്ത് നന്ദി, എല്ലാവർക്കും നന്ദി. പ്രിയപ്പെട്ടവരെ, എപ്പോഴും നന്ദി നിറഞ്ഞവരായിരിക്കുവാൻ നമ്മൾ ക്ഷണിക്കപ്പെടുന്നു ബൈബിളിലൂടെ. നമുക്ക് നിരന്തരം ദൈവത്തിന് നന്ദി പറയണം. അതാണ് ഏറ്റവും വലിയ ആരാധന, അതാണ് ദിവ്യകുർബാന. നമ്മളെവിടെയെല്ലാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്, ഈ ദിവ്യകുർബാനയ്ക്ക് ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തിന്, ദൈവം ചൊരിയുന്ന കൃപകൾക്ക്, അനുഗ്രഹങ്ങൾക്ക് എല്ലാം നന്ദി പറയാൻ വേണ്ടിയാണ്. അങ്ങനെ നന്ദി പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം മുഴുവനും പരിവർത്തനപ്പെടുക. നമ്മുടെ പ്രശ്നങ്ങൾ സാധ്യതകളായി മാറും. നമ്മുടെ ഇല്ലായ്മയിൽ സമൃദ്ധി ഉണ്ടാകും. നമ്മുടെ ദുഃഖങ്ങൾ സന്തോഷമായി മാറും. നമ്മുടെ വിരോധങ്ങളും പിണക്കങ്ങളും തീർന്ന് നമ്മൾ ക്ഷമിക്കുന്നവരും ഐക്യപ്പെടുന്നവരുമായി മാറും. നമുക്ക് നമ്മുടെ കുടുംബങ്ങളിൽ പ്രിയപ്പെട്ടവരെ നന്ദി നിറയാനായിട്ട് ശ്രദ്ധ വയ്ക്കുമ്പോൾ ഉണ്ടല്ലോ, അവഗണിക്കപ്പെടുന്ന ആരും അവിടെ ഉണ്ടാകില്ല. ഇത്രയേറെ നമ്മളെ ജനിപ്പിച്ചു വളർത്തിയ മാതാപിതാക്കന്മാരോട് നമ്മൾ നന്ദിഹീനത പ്രകടമാക്കില്ല. അവിടെ അവരോട് നന്ദിയാൽ നിറയുമല്ലേ. എങ്ങനെ അവർക്കെല്ലാം അവർ നമുക്ക് അനുഗ്രഹമേകി എന്ന് നിരന്തരം ബോധപ്പെടാൻ പ്രിയപ്പെട്ടവരെ കൃതജ്ഞത നമ്മെ സഹായിക്കുക. നമ്മൾ നമ്മുടെ ജീവിത പങ്കാളി അല്ലെ മക്കൾ, അവരെല്ലാം ഓർത്ത് ദൈവത്തിന് നന്ദി പറയുമ്പോഴുണ്ടല്ലോ, അവിടെ പ്രിയപ്പെട്ടവരെ എന്തെല്ലാം വിഷമതകളോ പ്രയാസങ്ങളോ വന്നാലും അതിനെല്ലാം അതിജീവിച്ച് ബന്ധങ്ങളിൽ ദൈവത്തിൻ്റെ സ്നേഹം നുകരാനും പകരാനും നമുക്ക് സാധിക്കുന്ന അവസ്ഥ സംജാതമാകുക. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ പരിവർത്തനപ്പെടുത്തും കൃതജ്ഞത. ഒരു കൃതജ്ഞതാ മനോഭാവം പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടായിരിക്കട്ടെ. ഞാനല്ല, എല്ലാം ദൈവകൃപ എന്ന ബോധമാണ് നമ്മിൽ കൃതജ്ഞത ഉളവാക്കുക. നമ്മളവിടെ അഹങ്കരിക്കില്ല, നമ്മളവിടെ എളിമപ്പെടും. ദൈവത്തോട് നന്ദിയാൽ നിറയാം. മറ്റുള്ളവരോടൊക്കെ നമുക്ക് നന്ദിയാൽ നിറയാം പ്രിയപ്പെട്ടവരെ. ഈ പ്രപഞ്ചത്തോട് പോലും നന്ദിയാൽ നിറയാം. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതം അതല്ലേ പ്രകടമാക്കുന്നത്. പ്രപഞ്ചം പോലും, പ്രപഞ്ചത്തിലെ ഓരോ കാര്യവും നമുക്ക് അനുഗ്രഹമാണ്, അനുഗ്രഹത്തിൻ്റെ കാരണമാണ്. നമ്മുടെ ജീവിതത്തിൽ ഓരോ സംഭവങ്ങളും നോക്കുക, നമ്മുടെ ജീവിതത്തിലെ വിജയങ്ങൾ എല്ലാം ഓർത്ത് നന്ദി പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ദൈവത്തെ സ്തുതിക്കുക. നമ്മുടെ ജീവിതത്തിലെ വിഷമതകൾ ഓർത്ത് നന്ദി പറയുമ്പോഴോ ആ വിഷമതകളും എങ്ങനെ നമ്മളെ നന്മയിലേക്ക് നയിക്കുന്നു, അവിടെ ദൈവത്തിൻ്റെ പ്രവർത്തനം നമുക്ക് ദർശിക്കാനും അനുഭവിക്കാനും സാധിക്കുക. നമ്മുടെയൊക്കെ ജീവിതം നന്ദി നിറഞ്ഞതായി മാറട്ടെ. നമ്മുടെ മനോഭാവങ്ങൾ, നമ്മുടെ ചിന്താഗതികൾ, നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ പെരുമാറ്റങ്ങൾ, നമ്മുടെ ബന്ധങ്ങൾ എല്ലാം പ്രിയപ്പെട്ടവരെ നന്ദിയാൽ നിറഞ്ഞതായി മാറട്ടെ. അപ്പോൾ നമ്മൾ നിരന്തരം ദൈവത്തെ സ്തുതിക്കും. ദൈവവുമായി നിരന്തര സമ്പർക്കത്തിൽ നമ്മളാകും. അവിടെ നമ്മൾ മറ്റുള്ളവരുടെ സ്നേഹത്താൽ നിറയും, അവരോടുള്ള കൃതജ്ഞതയാൽ നിറയും. എങ്ങനെ അവർക്ക് ശുശ്രൂഷ ചെയ്യാം എന്നുള്ള ഒരു ബോധത്തിലേക്ക് നമ്മൾ കടന്നു വരും. എന്തു കൊടുത്താലാ മതിയാവുക, അത്രയേറെ അവരിലൂടെ അനുഗ്രഹം നമ്മിലേക്ക് വന്നിട്ടുണ്ടല്ലോ എന്നൊരു ബോധത്തിലേക്ക് പ്രിയപ്പെട്ടവരെ കടന്നു വരാൻ ഈ കൃതജ്ഞതാ മനോഭാവം നമ്മളെ അനുഗ്രഹിക്കുന്ന കൃതജ്ഞത നിറഞ്ഞവരായി നമുക്ക് വളരാം. ഈശോനാഥൻ ലാസറിൻ്റെ കുഴിമാടത്തങ്ങളിൽ നിൽക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറയുക.
5000 പേരെ തീറ്റിപ്പോറ്റാൻ 5 അപ്പം കിട്ടുമ്പോൾ ആ അപ്പം എടുത്ത് ദൈവത്തിന് നന്ദി പറയുക. തൻ്റെ ശിഷ്യന്മാർക്ക് വലിയ പഠിപ്പൊന്നുമില്ല. അവരിലൂടെ വരുന്ന ദൈവ ആ അനുഗ്രഹം കണ്ടിട്ട്, ദൈവത്തിൻ്റെ വെളിപാട് കണ്ടിട്ട്, ദൈവമേ ഇവർക്കങ്ങ് വെളിപ്പെടുത്തിയല്ലോ എന്നോർത്ത് ദൈവത്തിന് നന്ദി പറയുക. ഈശോ തൻ്റെ തന്നെ ജീവിതത്തെ ഓർത്ത് നിരന്തരം നന്ദി പറയുക. അന്ത്യത്താഴ് സമയത്ത് നന്ദി പറയുവാണ്. അപ്പം പോലും എടുത്ത് നന്ദി പറയുക. അതാണല്ലോ ദിവ്യകുർബാനയിലൂടെ പ്രിയപ്പെട്ടവരെ നമ്മൾ ആഘോഷിക്കുന്നത്. ഈശോയുടെ ജനനവും ജീവിതവും അന്ത്യത്താഴവും മരണം ഉയർപ്പും ഓർത്തുകൊണ്ട് നമുക്ക് നിരന്തരം ദൈവത്തിന് നന്ദി പറയാം. ഉത്ഥാനത്തിൻ്റെ ചൈതന്യമാണ് പ്രിയപ്പെട്ടവരെ, ഉത്ഥാനത്തിൻ്റെ ഫലമാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ആ നന്ദിയുടെ ഒരു മനോഭാവം. അത് ഉളവാക്കുന്നത് പരിശുദ്ധാത്മാവാണ്. നിരന്തരം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഈശോയുടെ ഉത്ഥാനത്തെ ആഘോഷിച്ച് ഈശോയോർത്ത് പിതാവിന് നന്ദി പറഞ്ഞ് പിതാവിൻ്റെ വലിയ സ്നേഹത്തെ രുചിച്ചറിഞ്ഞ് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളായി നമുക്ക് ജീവിക്കുവാൻ തയ്യാറാവുക. ദൈവത്തിൻ്റെ മക്കൾ എപ്പോഴും നന്ദി നിറഞ്ഞവരാണ്. ദൈവത്തിൻ്റെ മക്കളുടെ ജീവിതം തന്നെ ഒരു നന്ദി പറച്ചിലാണ്. അവിടെ തന്നെ ഒരു കൃതജ്ഞതയാണ്. ആ രീതിയിൽ കൃതജ്ഞതയേകുന്നവരായി, കൃതജ്ഞത പ്രകടമാക്കുന്നവരായി, കൃതജ്ഞതയെ ആഘോഷിക്കുന്നവരായി പ്രിയപ്പെട്ടവരെ നമുക്ക് ജീവിക്കാം. അവിടെ നാം ദൈവ അനുഗ്രഹത്താൽ നിറയും, ദൈവ സ്നേഹത്താൽ നിറയും, ദൈവ ആത്മാവിനാൽ നിറയും, ദൈവശക്തിയാൽ നിറയും, ദൈവ സന്തോഷവും സമാധാനവും കൊണ്ട് നിറയും. അങ്ങനെ യഥാർത്ഥ ക്രൈസ്തവ ജീവിതം ജീവിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും പ്രാപ്തരാക്കട്ടെ. ദൈവാനുഗ്രഹം ഏവർക്കും ഞാൻ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു.